നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കും, അപ്പൻ ഇത്രയും നാളായിട്ട് പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, എന്നിട്ട് അപ്പൻ്റെ ശണ്ടയ്ക്കും കലഹത്തിനുമൊന്നും ഒരു കുറവുമില്ലല്ലോ, then why should I go to church? അമ്മ ഇത്രയും കാലമായി നോമ്പുകളൊക്കെ നോക്കുന്നുണ്ടല്ലോ, എന്നിട്ടും അമ്മയുടെ അസൂയക്ക് ഒരു കുറവുമില്ലല്ലോ, then what is the relevance of Lent and fasting? ഇങ്ങനെ ഒരു ഗുണപരമായ പരിവർത്തനം നമുക്ക് സാധ്യമാകുന്ന തരത്തിൽ നമ്മളുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും വഴിപാടുകളും കഴിക്കുന്നതൊന്നും മാറുന്നില്ല എങ്കിൽ അവിടെയാണ് നാം പരാജയപ്പെടുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. എന്നാൽ ഇത്തരമൊരു സന്ദേഹത്തിന്റെ ഭീതി നമ്മെ ചൂഴ്ന്നു നിൽക്കുമ്പോഴും നാം അത്രമേൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് തിരുവെഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് അവരുടെ ഇടയിൽ നിന്ന് ദൈവമഹത്വം പോയിപ്പോയ നാളുകളിലൊക്കെ ശക്തമായ താക്കീതുമായി പ്രവാചകന്മാർ അരങ്ങേറിയിട്ടുണ്ട്. അങ്ങനെ അരങ്ങേറിയിട്ടുള്ള പ്രവാചക പരമ്പരയിൽ എസെക്കിയേൽ പ്രവാചകൻ വളരെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമാണ്. അദ്ദേഹം തൻ്റെ നിയോഗത്തെക്കുറിച്ച്, അതിനുള്ള ഒരുക്കത്തെക്കുറിച്ചുമൊക്കെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ, പ്രവചന പുസ്തകത്തിന്റെ പ്രാരംഭത്തിൽ നാം വായിക്കും. തൊട്ടു പിന്നാലെ ഇസ്രായേലിൽ നിന്ന് ദൈവമഹത്വം പോയിപ്പോയതിന്റെ കാരണങ്ങളും, എന്നാൽ അവസാന ഭാഗം എത്തുമ്പോഴേക്കും ദൈവജനത്തിന് ദൈവമഹത്വം തിരികെ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള സുന്ദരമായ ഒരു പ്രവചനമായിട്ടാണ് അത് അവസാനിക്കുന്നത്. വളരെ പ്രത്യാശാനിർഭരമായ സന്ദേശങ്ങളാണ് ഓരോ പ്രവാചകന്മാരും ചരിത്രത്തിൽ സമ്മാനിച്ചിട്ടുള്ളത്. പ്രവചനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണല്ലോ. സാമാന്യ അർത്ഥത്തിൽ നാം അതിനെ ദീർഘദർശനം, ഭാവി കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. എന്നാൽ പ്രവചനമെന്ന വാക്കിന്റെ നിരുക്തം പ്രചോദിപ്പിക്കുന്ന വചനം എന്നാണ്, ഇൻസ്പയറിംഗ് വേർഡ് എന്നാണ്. ഏത് ദുർഘടമായ സന്ധിയിലും ഏത് ആപൽക്കരമായ ഇടങ്ങളിലും പ്രത്യാശാനിർഭരമായ വാക്കുകളെ സംസാരിക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ. നാം എഴുന്നേറ്റ് യെരുശലേമിന്റെ മതിലുകളെ പണിയുക എന്ന് പറഞ്ഞ എസ്രായും നെഹമ്യായിനെയും പോലെ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ച് പാരാൻ മരുഭൂമിയിൽ കാദേശിലെത്തി മോശയോട് ശുഭവചനങ്ങൾ മാത്രം പറഞ്ഞ യോശുവായെയും കാലേബിനെയും പോലെ ഇങ്ങനെ ശുഭവചനങ്ങൾ സംസാരിക്കുന്ന ആളുകൾ, നാം ഏറ്റുവാങ്ങുന്ന, നാം എതിരിടുന്ന നിരാശയുടെ വർത്തമാനകാലത്തിൽ പുതുക്കി പണിയലുകളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ് പ്രവാചകന്മാർ. അത്തരമൊരു പ്രവാചകനാണ് എസെക്കിയേൽ. അദ്ദേഹത്തിന്റെ പ്രവചന പുസ്തകത്തിലെ വളരെ വെളിച്ചം നിറഞ്ഞിരിക്കുന്ന ഒരു വരിയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയത്തിന്റെ അടിസ്ഥാനവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 14-ാം അധ്യായം 16-ാം വാക്യം, യഹോവയുടെ അരുളപ്പാട് തനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ ദുഷ്ടമൃഗങ്ങളെ ദേശത്ത് വരുത്തുകയും ആ മൃഗങ്ങളെ പേടിച്ച് ആരും വഴി പോകാതെ വണ്ണം അവ അതിനെ നിർജ്ജനമാക്കിയിട്ട് അത് ശൂന്യമാവുകയും ചെയ്താൽ ആ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ഇതൊരു പ്രത്യാശ നൽകുന്ന സന്ദേശമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചില ഉപാധികളുണ്ട് എന്ന് നാം ശ്രദ്ധിക്കണം. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്ന മഹാപുരുഷന്മാരെ കുറിച്ചുള്ള ഒരു പരാമർശമുണ്ട്. അത്തരത്തിലുള്ള ഒരു ജീവിതക്രമം കൊണ്ട് മാത്രമാണ് നമ്മെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ അന്ധകാരത്തെ വിഭാടനം ചെയ്യുവാൻ നാം ഓരോരുത്തർക്കും ശേഷി ഉണ്ടാവുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അതീവ ദുഷ്കരമായ ഒരു സാഹചര്യത്തിലെ അത്യന്തം ക്ലേശകരമായ ഒരു അതിജീവനത്തെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് ചരിത്രത്തിൽ പല ആവർത്തിയുണ്ട്. യേശുതമ്പുരാൻ തന്നെ
ബഥാനിയയിൽ നിന്ന് യെരുശലേമിലേക്ക് സഞ്ചരിക്കുമ്പോൾ തന്റെ പീഡാനുഭവത്തിന്റെ നാളുകളിൽ ഓശാന പെരുന്നാളിന്റെ അന്ന് സന്ധ്യ മുതൽ ഓശാന പെരുന്നാളിന് താൻ യെരുശലേമിലേക്ക് വരുന്നത് ബഥാന്യയിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ആ ആഴ്ചയിൽ എല്ലാ ദിവസവും അവൻ സന്ധ്യ വൈകുമ്പോൾ ബഥനിയിൽ ലാസറിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയും പിറ്റേന്നാൾ പ്രഭാതത്തിൽ യെരുശലേമിലേക്ക് വരികയും ചെയ്യുന്നത് അവന് പതിവായിരുന്നു. ഊശാന പെരുന്നാളിന്റെ അന്ന് അന്തിമയങ്ങിയപ്പോൾ അവരുടെ മടക്കയാത്രയിൽ വെച്ചാണ് ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നത്, ഗുരു, അന്ത്യകാലത്തെക്കുറിച്ച്. അപ്പോൾ അവൻ അവരോട് ജാതി ജാതിയോടും വംശം വംശത്തോടും യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ചും പോരടിക്കുന്നതിനെക്കുറിച്ചും അവിടെ ഇവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകുമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞവസാനിപ്പിക്കുന്ന ഭാഗമൊന്ന് ശ്രദ്ധിക്കണം. വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നാലും യേശുതമ്പുരാൻ എന്താണ് പറയുന്നത്? ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭമാണ്, പ്രസവവേദനയുടെ ആരംഭം മാത്രമാണ്. ഒരു പുതിയ ആകാശത്തിന്റെയും പുതിയ ഭൂമിയുടെയും ഒരു പിറവി ഉണ്ടാകുമെന്നുള്ള വളരെ പ്രചോദനാത്മകമായ ഒരു വചനമാണ് തന്റെ അന്ത്യപ്രഭാഷണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ തന്റെ അന്ത്യകാലത്തെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പോലും യേശുതമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നത്. പിൽക്കാലത്ത് സഭാപിതാക്കന്മാരിൽ വളരെ പ്രധാനിയായ നിസായിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസ് യേശുതമ്പുരാന്റെ തിരുപ്പിറവിയെക്കുറിച്ചൊരു ലേഖനം എഴുതിയപ്പോൾ ഓൺ നേറ്റിവിറ്റി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. വളരെ രസകരമായ ചില ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കാലത്തൊന്നും ദൈവം മനുഷ്യനാവാതിരുന്നത്? ഏത് കാലത്തൊന്നും? അദ്ദേഹം ചോദിക്കുകയാണ്, ഓരോ ജഡവും താന്താന്റെ വഴി വഷളാക്കിയ നോഹയുടെ പ്രളയകാലത്ത് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനാകാതിരുന്നത്? വിറ്റും തിന്നും നട്ടും പണിതും പോന്ന ലോത്തിന്റെ ഉപഭോഗകാലത്തിന്റെ പാരമ്യത്തിൽ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനാകാതിരുന്നത്? മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനം മിസ്രയീമിൽ വലിയ പ്രവാസവും കഷ്ടതയും അടിമത്തവും അനുഭവിച്ച നാളുകളിൽ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനാകാതിരുന്നത്? അസീറിയൻ ബാബിലോണിയൻ പ്രവാസകാലങ്ങളിൽ ഇസ്രായേൽ മക്കൾ ദുരിതം അനുഭവിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനാകാതിരുന്നത്? ഒടുവിൽ പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്ന ആ കാലത്ത് പോലും എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനാകാതിരുന്നത്? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കണ്ട അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനാകാതിരുന്നത്? അതിനൊരു 150 വർഷങ്ങൾക്ക് ശേഷമാണ് കാലസമ്പൂർണതയിൽ ദൈവം മനുഷ്യനായി എന്നുള്ള തിരുവെഴുത്ത്, യേശുതമ്പുരാന്റെ മനുഷ്യാവതാരം സംഭവിക്കുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നറിയാം. ഇങ്ങനെ ദൈവം മനുഷ്യനാകാതിരുന്നതിന്റെ കാരണങ്ങൾ എണ്ണിപ്പറയുന്ന കൂടെ നിസായിലെ വിശുദ്ധനായ ഗ്രിഗോറിയോസ് പറയുന്ന വളരെ രസകരമായ മറ്റൊരു വാക്യമാണ്, അളവ് വ്യത്യാസം കാണിക്കാത്ത നോഹ പ്രളയകാലത്തുണ്ടായിരുന്നു, പിന്തിരിഞ്ഞു നോക്കാതെ ഓടുന്ന ഒരു ലോത്ത് ആ കാലത്തുണ്ടായിരുന്നു, അധാർമികതയുടെ കാലത്ത്. അതുപോലെ തന്നെ പെരുമാറ്റച്ചട്ടം ചോദിച്ചു വാങ്ങിയവനായ മോശ ആ വലിയ ദുരിതകാലത്ത് ഇസ്രായേലിനുണ്ടായിരുന്നു. ശുഭവചനങ്ങൾ പറഞ്ഞ എസ്രായും നെഹമിയാവും പ്രവാസകാലത്ത് ഇസ്രായേലിനുണ്ടായിരുന്നു. മക്കാബിയരുടെ കാലത്ത്, അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ കാലത്ത് മക്കാബി സഹോദരങ്ങളായ ആ വ്രതബദ്ധരായ ചെറുപ്പക്കാർ അവരുടെ രക്ഷയ്ക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഓരോ തലമുറയിലും ആർജവത്വമുള്ള മഹാപുരുഷന്മാർ ആ കാലഘട്ടത്തിന്റെ രക്ഷയ്ക്കായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന് തിരുവെഴുത്തിനെ പുരസ്കരിച്ച് ആ പിതാവ് ഭംഗിയായി സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യന് പറ്റാത്ത വിധം അധർമ്മം ഈ ഭൂമിയിൽ പെരുകുമ്പോഴാണ്, അതിന്റെ മൂർധന്യതയിലാണ് കാലസമ്പൂർണതയിൽ യേശുതമ്പുരാന്റെ മനുഷ്യാവതാരം സംഭവിക്കുന്നത്. ആ മനുഷ്യാവതാര പിറവിയുടെ തനിയാവർത്തനങ്ങളായി ഈ ഭൂമിയിൽ പിറക്കുന്ന ഓരോ ക്രിസ്ത്യാനിക്കും യേശുതമ്പുരാൻ ഈ ഭൂമിയിൽ എങ്ങനെയാണോ തന്റെ ചരിത്രപരമായ ദൗത്യം നിറവേറ്റിയത്, അത് വീണ്ടും ആവർത്തിക്കുവാനുള്ള ഭാരമേറിയ ആത്മീയ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യം കൂടി നാം വിസ്മരിച്ചു പോകരുത്. ആ ഉത്തരവാദിത്വത്തിലേക്ക് നമ്മെ ഉണർത്തുന്ന ചില മഹാപുരുഷന്മാരുടെ പേരുകളാണ് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ നാം വായിച്ചു കേട്ടത്. നോഹ, ദാനിയേൽ, ഇയ്യോബ്. അധർമ്മം പെരുകി നിൽക്കുന്ന ഏതൊരു കാലഘട്ടത്തിലും നാം ധ്യാനിക്കേണ്ട പേരുകളും നാം മാർഗദർശകമാക്കേണ്ട പ്രമാണ പുസ്തകങ്ങളുമാണ് യഥാർത്ഥത്തിൽ അവർ ഓരോരുത്തരുടെയും ജീവചരിത്രം.
ഖലീൽ ജിബ്രാന്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, അന്ധകാരത്തെ നോക്കുക, അത് സൂര്യനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഏതിരുട്ടിനെയും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഇരുട്ടിനെ നോക്കുക, അത് സൂര്യനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പ്രത്യാശാനിർഭരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് നിരന്തരമായ പ്രേരണ നൽകുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളുടെ ജീവിത ചരിത്രങ്ങളിലൂടെയാണ് ഇനിയുള്ള നമ്മുടെ സഞ്ചാരം. നോഹയുടെ കാലം ഓരോ ജഡവും താന്താങ്ങളുടെ വഴി വഷളാക്കിയ കാലമാണ്. ഈ കാലത്താണ് സമ്പൂർണമായ ദൈവാനുസരണത്തിന്റെ, ദൈവത്തിന് സ്വയം വിട്ടു നൽകലിന്റെ ഒരു പാഠം പഠിപ്പിക്കുന്ന നോഹയെ നാം ഓർത്തെടുക്കുന്നതിന്റെ സാങ്കത്യം. ദൈവത്തെ ഓർക്കുന്നിടത്ത് കലഹങ്ങൾ പെരുകുന്ന കാലമാണ്. സാധാരണ വഴക്ക് പറയുന്നിടത്താണ് പറയുക ദൈവത്തെ ഓർത്ത് വഴക്ക് പിടിക്കരുതെന്ന്. പക്ഷെ ഇന്ന് ദൈവത്തെ ഓർക്കുന്ന, അത് പള്ളിയെന്നോ അമ്പലമെന്നോ ഭേദമില്ല, ദൈവത്തെ ഓർക്കുന്ന ഇടങ്ങളിലാണ് കലഹങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇങ്ങനെ നമ്മുടെ മതജീവിതം, വിശ്വാസ ജീവിതമൊക്കെ വല്ലാതെ കലുഷിതമായിരിക്കുന്ന ഒരു കാലം, വലിയ കലക്കങ്ങളിലേക്ക് നാം പെട്ടുനിൽക്കുന്ന ഒരു കാലം. ഇവിടെയാണ് നാം ദൈവഹിതമറിയേണ്ടതും ദൈവത്തെ അനുസരിക്കേണ്ടതും അളവ് വ്യത്യാസം കൂടാതെ അവനെ അനുസരിക്കേണ്ടതും. നോഹ പെട്ടകം പണിയുമ്പോൾ തിരുവെഴുത്ത് അതിനെക്കുറിച്ച് എന്താണ് പരാമർശിക്കുക? അവൻ അളവ് വ്യത്യാസം കൂടാതെ പെട്ടകം പണിതു എന്ന് തന്നെയാണ് പറയുക. വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകൾക്കുള്ളിലാണ് യഥാർത്ഥമായ ശാശ്വതമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മുടെ സഭാ വ്യവഹാരത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്കറിയാവുന്ന സംഗതിയാണ്. ഈ വ്യവഹാരിക ലോകത്ത് പോലും അപ്രകാരം വ്യവസ്ഥാപിതമായൊരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ്, ഭരണഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ശാശ്വതമായൊരു സമാധാനം സാധ്യമാവുകയുള്ളൂ എന്ന് നമുക്കറിയാമെങ്കിൽ, വ്യവഹാരിക ലോകത്തിനപ്പുറത്ത് അതീതമായ അതീന്ദ്രിയമായ പരലോക ജീവിതക്രമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പോലും എത്രമേൽ വ്യവസ്ഥാപിതമായൊരു ജീവിതക്രമം, ആന്തരികമായ ജീവിതക്രമം നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അനിവാര്യമായ സംഗതിയാണ്. അളവ് വ്യത്യാസം കൂടാതെ ദൈവകൽപ്പനകളെ പാലിക്കുക എന്നുള്ളത് ഏത് കലക്കത്തിന്റെ കാലത്തും അടിസ്ഥാനപരമായി നാം ചെയ്യേണ്ട സംഗതിയാണെന്ന് നോഹ എന്ന ധാർമ്മികനായ പുരുഷൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോഹ പെട്ടകം പണിയുന്നത് പല പാളികൾ ചേർത്തിട്ടാണ്. യഹോവയായ ദൈവം പറഞ്ഞുകൊടുത്ത അളവുകൾ ഓരോന്ന് മാറ്റമില്ലാതെ പൂർത്തീകരിച്ചുകൊണ്ടാണ് അവൻ പെട്ടകം പണിയുന്നത്. അപ്രകാരം ഈ ലോകത്തിൽ രക്ഷയുടെ, ലയത്തിന്റെ, താളത്തിന്റെ ഒരു പെട്ടക നിർമ്മിതിയാണ് നമ്മുടെ കൗദാശിക ജീവിതം, നമ്മുടെ സഭാജീവിതം. അതിൽ ഓരോ പാളികളാണ് നമ്മുടെ നോമ്പുകാലവും തിരുവെഴുത്ത് പാരായണവും യാമനമസ്കാരങ്ങളും സത്യ അനുതാപവും ഒക്കെ. അങ്ങനെയെങ്കിൽ 50 ദിവസം നോമ്പെടുക്കണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ 10ഉം അവസാനത്തെ 10ഉമായി നമ്മൾ 20-20 കളിച്ചാലോ? എത്ര അപകടമാണത്! ദൈവം പറഞ്ഞ അളവിനനുസരിച്ച് ഓരോ കാലങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളെയും പൂർത്തീകരിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് മാത്രമാണ് നമ്മുടെ കുഞ്ഞുമക്കളെ വലിയ പ്രളയത്തിൽ നിന്ന്, വലിയ കലക്കത്തിൽ നിന്ന്, ആധ്യാത്മിക ജീവിത പരിസരങ്ങളിൽ ഉണ്ടാവുന്ന അവരുടെ മനക്കലക്കങ്ങളിൽ നിന്നവരെ താങ്ങി നിർത്തുന്ന ഒരു പെട്ടകം പണിയാൻ നമ്മെയും അവരെയും ഒരുപോലെ പ്രാപ്തരാക്കി തീർക്കുക എന്നുള്ളത് വിസ്മരിക്കരുത്. അതിന് ആഴമേറിയ ഒരു ദൈവവിശ്വാസം വേണം. ദൈവത്തെ അനുസരിക്കണമെങ്കിൽ നിരുപാധികമായ ഒരു ദൈവവിശ്വാസം വേണം. അനുസരണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, കൂടെ നടക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ കൂടെ നടക്കുക എന്നുള്ളത് അത്രയൊന്നും നിസ്സാരമായ പ്രക്രിയയല്ല എന്ന് നമുക്കറിയാം. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവസങ്കല്പം? ഞങ്ങൾ വൈദിക സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. ദൈവശാസ്ത്രത്തിന്റെ ക്ലാസ്സുകളിൽ ദൈവത്തിന് കുറെ അധികം വിശേഷണങ്ങൾ ആ ക്ലാസ്സുകളിൽ ആദ്യമേ തന്നെ ഞങ്ങൾ പഠിക്കും. ഗോഡ് ഈസ് omnipotent, omniscient, answering every questions. അവൻ സർവവ്യാപിയാണ്, അവൻ എല്ലാവരുടെയും ഉള്ളിലുള്ള അന്തര്യാമിയാണ്, അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ളവനാണ്. സമീപകാലത്ത് കണ്ടുമുട്ടിയ ഒരു പുസ്തകമാണ് ഹോമോ ഡേയ്സ്. യുവാൽ നോവ ഹരാരി എന്ന് പറയുന്ന കഴിഞ്ഞ 2-3 വർഷങ്ങളായി ലോകമെമ്പാടും വായിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരന്റെ 2ാമത്തെ പുസ്തകം സാപ്പിയൻസ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞ്
നാം ഉൾപ്പെടുന്ന ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യവംശത്തിന്റെ കഴിഞ്ഞ 70,000 വർഷങ്ങളിലെ ചരിത്രം പ്രതിപാദിക്കുന്ന അയാളുടെ ആദ്യത്തെ പുസ്തകം ഒരുപാടേറെ ആളുകൾ വായിക്കപ്പെട്ടിട്ടുള്ളതാണ്. രണ്ടാമത്തെ അയാളുടെ പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് ടുമോറോ, ഹോമോ ഡേയ്സ്. ആ പുസ്തകത്തിലെ ഒരു സന്ദർഭമാണ് ഞാനിവിടെ പറയുന്നത്. അയാൾ പറയുകയാണ്, ഇനി വരുന്ന കാലത്തിന്റെ മതം. COVID-19 വരുന്നതിന് മുമ്പാണ് ഇയാൾ ഈ പുസ്തകം എഴുതുന്നത്. 2040കളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അയാൾ അതിൽ പ്രതിപാദിക്കുന്നത്. എന്നാൽ അത് 2040 വന്നില്ല. COVID-19 എന്ന് പറയുന്ന ഒരു ചെറിയ വൈറസ് ഈ പറയുന്ന പരിണാമത്തിന്റെ ഗമനത്തിനൊരു ത്വരിതഗതി സമ്മാനിച്ചു, കുറെ കൂടി വേഗത സമ്മാനിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഡേറ്റ റിലിജിയൻ ആയിരിക്കും ആ കാലത്ത്. ഡേറ്റയാണ് റിലിജിയന്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഡേറ്റയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ള തലത്ത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, പള്ളിയിലും നമുക്ക് ജീവിക്കാം, ഡേറ്റ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? സ്കൂളിലെ ക്ലാസ് നടക്കില്ല, പള്ളിയിലെ ലൈവ് നടക്കില്ല, ഒരു സംഗതി നടക്കില്ല. അതിന്റെ കൂടെ അയാൾ പറയുകയാണ്, ഗൂഗിളാണ് ദൈവം. എന്നിട്ട് പറയുന്നു, ഗൂഗിൾ ഈസ് ഒംനി പൊട്ടന്റ്, ഗൂഗിൾ ഈസ് ഒംനീഷ്യന്റ്, ആൻസറിങ് എവരി ക്വസ്റ്റ്യൻസ്. ശരിയല്ലേ? ഗൂഗിൾ എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപിയാണ്. ഗൂഗിൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്, ഇമ്മാനുവലായിട്ട്, ഇമ്മനന്റ് ആയിട്ട്, അന്തര്യാമിയായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ആൻസറിങ് എവരി ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അതിലുണ്ട്. മാതാപിതാ ഗുരു ദൈവമൊക്കെ മാറിയില്ലേ? മാതാപിതാ ഗൂഗിൾ ദൈവം എന്നായില്ലേ? ഏത് കാര്യത്തിനും നമ്മളിപ്പോ അങ്ങനെയല്ലേ നോക്കുക? ഞാനിത് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ദൈവം സർവ്വവ്യാപിയായിട്ടും അന്തര്യാമിയായിട്ടും കൂടെ നടക്കുന്നവനായിട്ടും അതീന്ദ്രിയനായിട്ടും അതീതനായിട്ടും ഈ ഭൂമിയിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന ദൈവശാസ്ത്രത്തിന്റെ ആദ്യ പാഠങ്ങളിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോഹയുടെ ജീവിത ക്രമം നോക്കുമ്പോൾ, ആഴമേറിയ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അളവ് വ്യത്യാസം കൂടാതെ ദൈവകൽപ്പനയെ അനുസരിക്കുന്ന നോഹയെ നോക്കുമ്പോൾ, എങ്ങനെയാണ് ഈ ആഴമേറിയ ഒരു ദൈവവിശ്വാസത്തിന്റെ രൂപപ്പെടൽ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ സമ്മാനിക്കപ്പെടുന്നത് എന്നും കൂടി നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഹിസ്റ്ററി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ചരിത്രം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. കാരൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന ആദ്യകാലത്തൊരു കന്യാസ്ത്രീയായിരുന്ന ഒരാളാണ്, ഇപ്പോൾ വയോധികയാണ്. കാരൻ ആംസ്ട്രോങ്ങിന്റെ പ്രസിദ്ധമായ പുസ്തകങ്ങളിലൊന്നാണ് ഹിസ്റ്ററി ഓഫ് ഗോഡ്. വേദപുസ്തകത്തെ ആധാരമാക്കിയിരിക്കുന്ന, പ്രത്യേകിച്ചും പഴയ നിയമത്തെ ആധാരമാക്കിയിരിക്കുന്ന യഹൂദമതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ഈ 3 മതങ്ങളുടെയും അടിസ്ഥാന പുസ്തകം പഴയ നിയമമാണ് എന്ന് നമുക്കറിയാം. പഴയ നിയമ വിചാരങ്ങളാണ് എന്ന് നമുക്കറിയാം. ഈ 3 പുസ്തകങ്ങളിലൂടെയും ഈ 3 മതങ്ങളിലും രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ രൂപീകരണ പന്ഥാവ് എന്താണ്? പ്രത്യേകിച്ചും ക്രിസ്തുമതത്തിൽ അതെങ്ങനെയാണ് കൃത്യമായി പൂർണ്ണമായി നമുക്ക് വ്യക്തമാവുന്നത് എന്ന് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന ആദ്യത്തെ ദൈവാനുഭവം? എനിക്ക് ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നാം ഇനി അന്വേഷിച്ചു തുടങ്ങുന്നത്. ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരത്തിൽ നിന്ന് മാത്രമാണ് സമ്പൂർണമായ ഒരു ദൈവാനുസരണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് നാം ഇപ്പോൾ മുതിരുന്നത്. എന്താണ് തിരുവെഴുത്തിൽ ആദ്യം നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവം? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം, വെയിലാറിയപ്പോൾ ദൈവം നടക്കാനിറങ്ങി. അപ്പോഴാണ് ആദമേ ആദമേ നീ എവിടെയാണെന്ന് ചോദിക്കുന്നതും ആദം മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നതുമായൊക്കെ നാം വായിക്കുന്നത്. ആദം പാപം ചെയ്ത് മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കത്തക്ക വിധമുള്ള ഒരു അവസ്ഥാന്തരം അവൻ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് വരെ, തൊട്ട് തലേന്ന് വരെ ദൈവം വൈകിട്ട് നടക്കാനിറങ്ങുമ്പോൾ അവരൊരുമിച്ച് സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് എത്രമേൽ സുവർണമായ ഒരു ഗൃഹാതുരത്തെ ഓർമ്മപ്പെടുത്തുന്ന സംഗതിയാണ്. ഒരു ഗോൾഡൻ നൊസ്റ്റാൾജിയ അവിടെയുണ്ട്. ദൈവത്തോട് കൂടെ നടക്കുന്ന മനുഷ്യൻ, മനുഷ്യനോട് കൂടെ നടക്കുന്ന ദൈവം, ഇതാണ് വേദപുസ്തകം ആദ്യം നമുക്ക് സമ്മാനിക്കുന്ന ദൈവാനുഭവം. ദൈവത്തോട് കൂടെ നടക്കുന്ന മനുഷ്യൻ എന്നാൽ ഭാരതീയ തത്വവിചാര പ്രകാരം മോക്ഷം ക്ഷിപ്രസാധ്യമായ കാലമാണ്. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോക ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തനായി
ദൈവത്തോടൊപ്പം നടക്കുന്ന, സത്യത്തോടൊപ്പം ചരിക്കുന്ന യഥാർത്ഥമായ മനുഷ്യന്റെ ആത്യന്തികമായ ഭാഗധേയത്തിലേക്കുള്ള ഒരു പരിരംഭണമാണത്. അവിടെ മോക്ഷം ക്ഷിപ്രസാധ്യമാണ്. ഈ മന്വന്തരങ്ങളെക്കുറിച്ച്, കൽപ്പാന്ത കാലങ്ങളെക്കുറിച്ച് ഭാരതീയ തത്വവിചാരത്തിൽ പറയുമ്പോൾ 4 യുഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. അതിൽ സത്യയുഗത്തിന് തത്തുല്യമായ രീതിയിലാണ് ഏദൻ തോട്ടത്തിലെ ദൈവാനുഭവം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക. സത്യയുഗം അഥവാ കൃതയുഗം, തേത്രായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഭാരതീയ തത്വവിചാര ഭാഷയിൽ ഇപ്പോൾ കലിയുഗമാണല്ലോ. എന്താണ് സത്യയുഗത്തിലുള്ള വിശേഷത? പുരുഷാർത്ഥങ്ങൾ 4 അവിടെയുണ്ട്. മോക്ഷം, ധർമ്മം, അർത്ഥം, കാമം. എന്നാൽ തേത്രായുഗത്തിലെത്തുമ്പോ, തേത്രമെന്നാൽ ത്രൈതമെന്നാൽ 3 പുരുഷാർത്ഥങ്ങളെ അവിടെയുള്ളൂ. മോക്ഷമില്ല. ധർമ്മമാചരിക്കുന്നവന് മാത്രമാണ് മോക്ഷമുള്ളത്. തന്റെ കാമമടക്കി, ആഗ്രഹങ്ങളെ അടക്കി, അർത്ഥം അഥവാ സമ്പത്ത് ധർമാചരണത്തിന് ഉപയോഗിക്കുന്നവന് മാത്രമാണ് മോക്ഷമുണ്ടാവുക. ആ കാലത്താണ് ധാർമ്മിക പുരുഷോത്തമനായ ശ്രീരാമനെ കുറിച്ചുള്ള വിവരണമുള്ളത്. തൊട്ടു പിന്നാലെ ദ്വാപരയുഗം, ദ്വൈതം, 2 ഡ്യുവൽ. അവിടെ ധർമ്മവുമില്ല, മോക്ഷവുമില്ല, ധർമ്മവുമില്ല. പിന്നെയുള്ളത് അർത്ഥവും കാമവും മാത്രമാണ്. അർത്ഥമെന്നാൽ സമ്പത്ത്. സമ്പത്തിനു വേണ്ടി, അർത്ഥത്തിനു വേണ്ടി സഹോദരന്മാർ തമ്മിൽ പോരടിക്കുന്ന കുരുക്ഷേത്ര ഭൂമികയുടെ കാലമാണ്. ആ കാലത്താണ് ധർമ്മ സംസ്ഥാപനാർത്ഥായേ കൃഷ്ണന്റെ അവതാരം സംഭവിക്കുന്നത് എന്ന് ഭാരതീയ പുരാണങ്ങളിൽ നാം വായിക്കും. ഒടുവിൽ ഈ കാലത്തെക്കുറിച്ച് അവർ വിശേഷിപ്പിക്കുന്നത് കലികാലം. മനുഷ്യനവിടെ കാമം മാത്രമേ ഉള്ളൂ. കാമം മൂത്ത്, ആഗ്രഹം മൂത്ത്, കലി കയറി മനുഷ്യരെല്ലാം കഴുതകളാവുന്ന കാലമെന്നാണ് ഈ കാലത്തെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു സൈക്ലിക്കൽ പീരീഡിനെ കുറിച്ചാണ്. ഈ കാലത്ത് വലിയ പ്രളയമുണ്ടാവുകയും ആ പ്രളയത്തിനു ശേഷം സത്യയുഗമെന്ന ലയത്തിന്റെ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഭാരതീയ ചരിത്ര വീക്ഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏകദേശം സത്യയുഗത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുഭഗമായ ഒരു കാലാവസ്ഥയാണ്, പരമമായ ആനന്ദത്തിന്റെ കാലാവസ്ഥയാണ് ഏദൻ തോട്ടത്തിൽ നാം കണ്ടുമുട്ടുക. ദൈവത്തോടൊപ്പമുള്ള നടപ്പ്, മനുഷ്യനോട് കൂടെ നടക്കുന്ന ദൈവം. തൊട്ടു പിന്നാലെ തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം, യഹോവ മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് പ്രത്യക്ഷനായി. അവിടെ നടക്കുന്ന സംഭാഷണങ്ങളും സംഭവങ്ങളുമെല്ലാം നമുക്ക് സുപരിചിതമാണ്. എന്താണ് അവിടെ നടക്കുക? നമ്മുടെ ഭവനകുദാശയുടെ ക്രമത്തിൽ ലേവൻ പ്രമിയോൻ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി പലയാവർത്തി നാം കേട്ടിട്ടുണ്ട്. അബ്രഹാമിന്റെ വീട്ടിൽ 3 ദൈവദൂതന്മാർ വരുന്നു. അബ്രഹാം അവരെ സൽക്കരിക്കുന്നു. നിങ്ങൾ വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് അപ്പക്കഷ്ണങ്ങൾ എടുത്ത് ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം പോകാമെന്ന് അബ്രഹാം പിതാവ് അവരോട് അപേക്ഷിക്കുകയും അപ്രകാരം അവർ അബ്രഹാമിന്റെ വീട്ടിലെത്തി ഒരു മരച്ചുവട്ടിലിരുന്ന് അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിച്ച് തൃപ്തിയായ ശേഷം അവനെ അനുഗ്രഹിക്കുന്നതായി വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഈ 3 ദൈവദൂതന്മാരുടെ ആഗമനം പരിശുദ്ധ തൃത്വത്തിന്റെ വെളിപാടായി പിതാക്കന്മാർ വളരെ കൃത്യമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ബെസന്റൈൻ ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഹോളി ട്രിനിറ്റിയുടെ വിശുദ്ധ തൃത്വത്തിന്റെ ഐക്കൺ വിരചിതമായിരിക്കുന്നത് പോലും അബ്രഹാമിന്റെ വീട്ടിൽ വന്ന അതിഥികളായി വന്ന 3 ദൈവദൂതന്മാരുടെ ആ സംഭവത്തെ പുരസ്കരിച്ചാണ് എന്ന് നമുക്കറിയാം. ഒരു മേശയിൽ ഒരപ്പത്തിന്റെ അംശികളായി ഒരുപോലെ ഇരിക്കുന്ന 3 ദൈവദൂതന്മാരുടെ ചിത്രമാണ് വിശുദ്ധ തൃത്വത്തിന്റെ ചിത്രമായി സഭാപാരമ്പര്യത്തിൽ ഇപ്പോഴും ഉള്ളത് എന്ന് നമുക്കറിവുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടെ നടക്കുന്ന ദൈവത്തിൽ നിന്ന് രണ്ടാമത് നാം ഇവിടെ കണ്ടുമുട്ടുന്ന ദൈവാനുഭവം എന്താണ്? കൂടെ ഭക്ഷണം കഴിക്കുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവം ദാ ഇപ്പോ കൂടെ ഭക്ഷണം കഴിക്കുന്നു മനുഷ്യനോടൊപ്പം. ഇനി മൂന്നാമതുണ്ടാവുന്ന ദൈവാനുഭവം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഗുസ്തി പിടിക്കുന്ന ദൈവം, മല്ല് പിടിക്കുന്ന ദൈവം, യാക്കോബ് എന്ന് പറയുന്ന ദൈവപുരുഷനോടൊപ്പം രാത്രി വെളുക്കുവോളം മല്ല് പിടിക്കുന്ന ഒരു ദൈവപുരുഷനെ കുറിച്ച്, ദൈവദൂതനെ കുറിച്ച് നാം അവിടെ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. കൂടെ നടക്കുന്ന ദൈവം, കൂടെ ഭക്ഷണം കഴിക്കുന്ന ദൈവം ദാ ഇവിടെ കൂടെ മല്ല് പിടിക്കുന്നു.
അവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ആദ്യത്തെ 2 സംഭവങ്ങളിലും അത്യന്തം ലളിതവും സുന്ദരവുമായ ദൈവാനുഭവങ്ങളാണെങ്കിൽ തൊട്ടു പിന്നാലെ നാം കാണുന്നതിൽ ഒരല്പം ഗഹനത കലർന്നിട്ടുണ്ട്. എന്താണ് അവിടെ? മല്ലുപിടുത്തം അവസാനിക്കാറായപ്പോ ഈ ദൈവദൂതൻ യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? യാക്കോബ് പറയുന്നു, എന്റെ പേര് യാക്കോബ്. അപ്പൊ ദൈവദൂതൻ പറയുന്നു, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്നാണ്. അപ്പോൾ തിരിച്ച് ഇസ്രായേൽ എന്ന അഭിഷിക്തനായ നാമധേയം ലഭിച്ചവനായ യാക്കോബ് ദൈവദൂതനോട് തിരികെ ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണ്? അപ്പോൾ എന്താണ് അതിന്റെ മറുപടി? അത് നിനക്കറിയേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. യു മേ നോട്ട് നോ മൈ നെയിം. എന്താണ് അങ്ങനെ ഒരു പരാമർശത്തിന്റെ അർത്ഥം? വളരെ ദൈവശാസ്ത്രപരമായ ഒരു അർത്ഥതലം അതിനുണ്ട്. ആദാം മൃഗങ്ങൾക്ക് പേരിട്ടു എന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം നാം വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, ഒരാൾക്ക് പേരിടുക എന്ന് പറഞ്ഞാൽ തന്റെ അധീശത്വത്തിന്റെ സൂചന കൂടിയാണ്. The royal dignity of Adam revealed in that process. ആ പ്രക്രിയയിൽ ആദമിന്റെ രാജകീയ വ്യക്തിത്വം വെളിപ്പെടുന്നുണ്ട് എന്ന് ദൈവശാസ്ത്രപരമായി പറയുന്നുണ്ട്. അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ വളരെ സാമൂഹിക സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഓർത്തെടുത്താൽ നമുക്കത് മനസ്സിലാവും. മനു എസ് പിള്ളയുടെ ഐവറി ത്രോൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഗ്രന്ഥം തിരുവിതാംകൂർ രാജവംശത്തിന്റെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിരീക്ഷണാത്മകമായി വളരെ സാങ്കത്യമുള്ള പുസ്തകം. അതില് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ മലയാളക്കരയിൽ നടമാടിയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. ഇതുവരെയുള്ള പല ചരിത്രങ്ങളിലും നാം വായിച്ചിട്ടില്ലാത്ത പലതും അതിലുണ്ട്. അതിലൊന്നിങ്ങനെയാണ്, നമുക്കറിയാവുന്നതുപോലെ പഴയ കാലങ്ങളിൽ ജന്മികളും രാജാക്കന്മാരുമുള്ള കാലത്ത് അടിയാന്മാരുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായാൽ 90 അടി 64 അടിയൊക്കെ മാറി നിന്നിട്ട് അത്രയും ദൂരത്ത് നിന്ന് ഈ കുഞ്ഞിനെയുമായി വന്നിട്ട് തമ്പ്രാന്റെ അടുത്ത് പറയുകയാണ്, ജന്മിയുടെ അടുത്ത് പറയുകയാണ്, തമ്പ്ര ഈ കുഞ്ഞിനൊരു പേരിടണം. അല്ലാതെ ജനിപ്പിച്ച അപ്പനും അമ്മയൊന്നും അല്ല കുഞ്ഞിന് പേരിട്ടുകൊണ്ടിരുന്നത്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കാലമാണ്. അധീശത്വത്തിന്റെ സൂചനയാണ് പേരിടിൽ. ആ ഒരർത്ഥത്തിൽ നിന്റെ പേരെന്താണ് എന്ന് യാക്കോബ് ആ ദൈവദൂതനോട് ചോദിക്കുമ്പോ അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് തിരികെ പറയുന്നെങ്കിൽ, ഞാൻ നിന്നേക്കാൾ ഉപരിയായ നിനക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം ഒരല്പം അതീന്ദ്രിയമായ തലമുള്ള ഒരാളാണ് എന്ന് ഒരു സൂചന പ്രാരംഭത്തിൽ അവിടെ കിട്ടുകയാണ്. ഇതിന്റെ വിപുലമായ ഒരു ആവിഷ്കാരമാണ് തൊട്ടു പിന്നാലെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയ്ക്കുണ്ടാവുന്ന ദൈവാനുഭവം. എന്താണ് മോശയ്ക്കുണ്ടാവുന്നത്? എരിയുന്ന ഒരു മുൾപ്പടർപ്പിന്റെ മുമ്പിൽ നിന്നൊരു ശബ്ദം വരികയാണ്, മോശേ മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റുക. അപ്രകാരം മോശ കയറി നിൽക്കുന്നു. മോശയും ആ ശബ്ദവുമായുള്ള സംഭാഷണം തുടരുകയാണ്. ആ സംഭാഷണത്തിൽ മോശ പറയുന്നു, ഞാൻ വിക്കനാണ്, എന്നെ കൊണ്ട് ഈ വലിയ നിയോഗമൊന്നും ഏറ്റെടുക്കാൻ കഴിവില്ല. അപ്പോ വളരെ ശക്തമായ ഒരു പ്രേരണ മോശയ്ക്ക് ലഭിക്കുകയാണ് ആ മുൾപ്പടർപ്പിൽ നിന്നുണ്ടാവുന്ന ശബ്ദത്തിൽ നിന്ന്. ഒടുവിൽ മോശ തന്റെ നിയോഗം ഏറ്റെടുക്കുവാൻ സന്നദ്ധനാകുമ്പോ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മിസ്രയീമിൽ ചെന്ന് ഫറവോയോടും അവിടെ കഷ്ടമനുഭവിക്കുന്ന ഇസ്രായേൽക്കാരായ എന്റെ സഹോദരങ്ങളോടും പറയുന്ന സന്ദർഭത്തിൽ ഇത് നിന്നോട് പറഞ്ഞു വിട്ടവൻ ആരാണ് എന്ന് അവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയേണ്ടതിന് നിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരമായി യഹോവയായ ദൈവം, അല്ലെങ്കിൽ അതുവരെ തന്റെ പേര് വെളിപ്പെടുത്താതെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് the ancestral god of the personal god of ancestors എന്ന് പറഞ്ഞ തന്റെ പൂർവികരുടെ വൈയക്തികമായ ദൈവം, വ്യക്തിപരമായ ദൈവാനുഭവം എന്ന് മാത്രം വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ആ ദൈവമോട് പറയുകയാണ്, ഐ ആം വാട്ട് ഐ ആം.
ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ വിൽ ബി വാട്ട് ഐ വിൽ ബി. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. ആശേർ. ഈ ഹീബ്രു വരിയുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വെച്ചാണ് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന അതുവരെ ഉണ്ടായിരുന്ന ദൈവത്തിന് യാഹ്വേ എന്ന പേര് രൂപപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായി നാം പഠിച്ചിട്ടുള്ള സംഗതിയാണ്. ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുള്ള സംഗതികളാണ്. ഈ അതീന്ദ്രിയനായ ദൈവസങ്കല്പം, ഫറവോയ്ക്കെന്ന് വേറെ ദൈവമുണ്ട്, ആ ദൈവത്തിന് വേറെ പുരോഹിതന്മാർ ഫറവോയുടെ കൊട്ടാരത്തിലുണ്ട്. അതിനേക്കാൾ ശക്തനായ, ബാധകളെ അയക്കാൻ പ്രാപ്തനായ ഒരു ദൈവമാണ്. ഫറവോന്റെ ദൈവങ്ങളെക്കാൾ ശക്തനായ ഒരു ഡൈനാമിക് ട്രാൻസെൻഡന്റൽ ഗോഡ് കോൺസെപ്റ്റിലേക്ക് ഈ ദൈവസങ്കല്പം കൂടെ നടക്കുന്ന, കൂടെ ഭക്ഷണം കഴിക്കുന്ന ചെറിയ ദൈവത്തിൽ നിന്ന് ഉണർന്ന് ഉയർന്നു വരികയാണ്. വീണ്ടും പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ മോശയ്ക്ക് സീനായിൽ ഉണ്ടാവുന്ന ദൈവാനുഭവം, കൽപ്പലകൾ പ്രാപിക്കുവാൻ പോകുമ്പോൾ വലിയൊരു ഇടിമിന്നൽ, സ്ഫോടനം, പുകയാവി, തീയ, ഡിവാസ്റ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഗോഡ്. ഇതാണ് മോശയ്ക്ക് അവിടെ ഉണ്ടാവുന്നത്. അവിടെ ഒരു അന്ധതമസാണ്, അതെങ്ങനെ മൂടി നിൽക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ഡിവൈൻ ഡാർക്ക്നെസ്. ദാറ്റ് ഡിവൈൻ ഡാർക്ക്നെസ് is the divine ignorance എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യബുദ്ധിക്ക് ദൈവത്തെ ഗ്രഹിക്കുവാനുള്ള പരിമിതിയാണ് അവിടെ കാണുന്നത്. The incomprehensibility of God എന്ന്, ദൈവത്തെ ഗ്രഹിക്കുവാനുള്ള മനുഷ്യന്റെ പരിമിതി എന്ന് വളരെ വ്യക്തമായി നമ്മുടെ ദൈവശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന ആ ദൈവീക രഹസ്യങ്ങളുടെ പരികർമ്മികൾ മാത്രമാണ് പുരോഹിതന്മാരെന്ന്, ആ ദൈവീക രഹസ്യങ്ങളിലെ സംബന്ധികൾ മാത്രമാണ് വിശ്വാസികൾ ഓരോരുത്തരുമെന്നും, ദൈവത്തെ ബുദ്ധിപരമായി ഗ്രഹിക്കുവാൻ നമുക്കാർക്കുമാവില്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കാൻ മാത്രമേ നമുക്കേവർക്കും ആവുകയുള്ളൂ എന്നുള്ള പൗരസ്ത്യ ദൈവശാസ്ത്രത്തിന്റെ കാതലായ ബോധ്യങ്ങൾ പോലും രൂപപ്പെടുന്നതിന്റെ ഒരു വഴിത്താരയാണ് ഇവിടെ നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. വീണ്ടും മോശയ്ക്ക് ദൈവാനുഭവമൊക്കെ ഉണ്ടായി, 10 കൽപ്പനകൾ കിട്ടിയ 10 കൽപ്പനകളുമായി ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് 5-6 ദിവസം കൊണ്ട് എത്തേണ്ട വഴിയിൽ അവർ 40 സംവത്സരം നടന്ന് കനാൻ ദേശത്തെത്തി അവിടെ ജീവിക്കുകയാണ്. ഏകദേശം BC 1200കളായി. ക്രിസ്തുവിന് 1200 വർഷങ്ങൾക്ക് മുമ്പ് കനാൻ ദേശത്ത് താമസമുറപ്പിക്കുന്ന ഇസ്രായേൽ മക്കൾ, നമുക്കറിയാലോ, പാലും തേനും ഒഴുകുന്ന ദേശമാണ് കനാൻ. ആ പാലും തേനും ഒഴുകുന്ന ദേശത്ത് സമൃദ്ധിയുള്ളപ്പോ ആദ്യം മറക്കുന്നത് ആരെയാണ്? ദൈവത്തെ. വീടിന് മുമ്പിൽ ടൈല്, പള്ളിയുടെ മുമ്പിൽ ടൈല്, ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത്, വീട്ടിൽ നിന്നിറങ്ങാൻ കാറ്, ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത്, നേരത്തെയും കാലത്തെയും സമയത്തിനും പള്ളിയിൽ വന്ന ആളുകളൊക്കെ ഇപ്പോ ഏത് നേരത്താണ് പള്ളിയിൽ വരുന്നത്? കോവിഡ് വരുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഏത് നേരത്താണ് പള്ളിയിൽ വരുന്നത്? ഇറ്റലിയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നാം ആദ്യമേ മറന്നതാരെയാണ്? ദൈവത്തെ. പിന്നെ ആ മറവി എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ അങ്ങ് സ്പോൺസർ ചെയ്യും പള്ളിക്ക്. അങ്ങനെ ദൈവത്തെ കൈക്കൂലി കൊടുത്ത് മയക്കാന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ആധ്യാത്മിക ജീവിത പരിസരങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഓർത്തിരിക്കണം. ഇങ്ങനെ ഇസ്രായേൽക്കാർ കനാൻ ദേശത്തിന്റെ സമൃദ്ധിയിലെത്തിയപ്പോ അവരാദ്യം ചെയ്തത്, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ 1-ാമത്തെ കൽപ്പനയാണ്. ആ കൽപ്പനയുടെ മറവി ഒരു 100-300 വർഷം അവർ പോകുന്നുണ്ട്. ബാൽ, അശേര പ്രതിഷ്ഠകളിൽ ധൂപമർപ്പിച്ചവർ ജീവിക്കുന്നുണ്ട്. ഒടുവിൽ 9-ാം നൂറ്റാണ്ടിൽ തിശ്ബിനായ ഏലിയാവ് കടന്നു വരുന്നു. എലൈജ, യാഹ്വേ ഈസ് മൈ ഗോഡ് എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്റെ ദൈവം യഹോവയാണ്. ആ വാക്ക് പേരിനർത്ഥമുള്ളവൻ കടന്നു വരികയാണ്. തിശ്ബിനായ ഏലിയാവ് കടന്നു വരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കും, ഏലിയാവ് വന്നിട്ട് പറയുകയാണ്, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവമായ യഹോവയാണ്. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഈ നാട്ടിൽ മഞ്ഞും മഴയും ഉണ്ടാവില്ല. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഈ നാട്ടിൽ
മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. എത്ര കാലം അവിടെ മഞ്ഞും മഴയും ഉണ്ടാകാതെ ഇരുന്നു. യേശുതമ്പുരാൻ പിന്നീട് പുതിയ നിയമകാലത്ത് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടല്ലോ. ഏലിയാവിന്റെ കാലത്ത് ഇസ്രായേലിൽ 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. യാക്കോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്തു, പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരുന്നു. ഇങ്ങനെ നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ ഇസ്രായേലിൽ എഴുന്നേൽക്കുകയും യഹോവയാണ് എന്റെ ദൈവമെന്ന് അവർക്കുണ്ടായിരുന്ന പൂർവിക പാരമ്പര്യം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് പറഞ്ഞ ആ കൽപ്പനയുടെ പ്രമാണത്തിന്റെ പൂർണ്ണമായൊരു വിശ്വസ്തതയുമായി മടങ്ങി വരികയാണ് ഇസ്രായേലിൽ. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലെ സംഭവങ്ങൾ നമുക്കറിയാം. ഈ പറച്ചിലൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. 3.5 വർഷം ദേശത്തെങ്ങും ക്ഷാമമുണ്ടായി. ആഹാബ് രാജാവ് ഭരിക്കുകയാണ്. ഇസബേലാണ് അവന്റെ ഭാര്യ. അവൾ ബാലിന്റെ പ്രവാചകയാണ്. അശേര പ്രതിഷ്ഠകൾക്ക് ധൂപമർപ്പിക്കുന്ന 400-ൽ പരം പ്രവാചകന്മാരെ തീറ്റിപ്പോറ്റുന്ന ഒരു സ്ത്രീയാണ്. എത്രമേൽ ആ രാജ്യം ദൈവജനം അധപ്പതിച്ചിട്ടുണ്ട് എന്ന് അതിന്റെ തലവനായി നിൽക്കുന്ന, അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ ആളുകളുടെ ദുഷ്പ്രവർത്തികളിൽ തന്നെ വ്യക്തമാണ്. ആഹാബ് ഏലിയാവിനെ അന്വേഷിക്കുന്നു. 3.5 വർഷം കഴിഞ്ഞപ്പോ ഒബദ്യാവിനെ വിടുന്നുണ്ട്. ഏലിയാവ് തിരികെ വരാൻ സന്നദ്ധരാവുന്നു ഒബദ്യാവിന്റെ വാക്കുകൾ കേട്ട്. അവിടെ വന്ന് ഇവർ തമ്മിൽ സംഭാഷണം. നീയാണോ ഇസ്രായേലിനെ കഷ്ടപ്പെടുന്നവൻ? ഞാനല്ല, നിന്റെ അപ്പനാണ്. ഏലിയാവ് പറഞ്ഞു, ഞാനല്ല, നീ നിന്റെ പിതൃഭവനവുമാണ്. ഒടുവിൽ അവർക്കിടയിൽ ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കം അവസാനിപ്പിക്ക തരത്തിൽ ഒരു പരിഹാരമാർഗം നിശ്ചയിക്കപ്പെടുകയും ചെയ്യുകയാണ്. ബാലാണോ ശക്തൻ, യഹോവയാണോ ശക്തൻ? അങ്ങനെയാണെങ്കിൽ ഏലിയാവ് പറയുന്നു, മഴ പെയ്യിക്കുന്നത് ബാലാണോ യഹോവയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു തീർപ്പുണ്ടാക്കാം. കർമ്മേലിൽ ബാലിന്റെ പ്രവാചകന്മാര് വരട്ടെ, ഞാനും ഇരു കൂട്ടരും യാഗമർപ്പിക്കുന്നു. ഇരു കൂട്ടരും യാഗമർപ്പിക്കുമ്പോ അതിന്റെ പരിസമാപ്തി നമുക്കറിയാം. എന്റെ കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, എന്റെ കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, എന്റെ കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്ന് പ്രവാചകനായ ഏലിയാവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങുന്നു, ബലിവസ്തുക്കളെ ദഹിപ്പിക്കുന്നു. തൊട്ടു പിന്നാലെ ബാലിന്റെ 480 പ്രവാചകന്മാരെ സംഹരിക്കുന്നു. പിന്നീട് എന്താണ് കാണുക? വലിയൊരു ഡിപ്രഷനിലേക്കാണ് ഏലിയാവ് ചെല്ലുക. അവിടെ നിന്നിട്ട് ഏലിയാവ് പറയുകയാണ്, യഹോവേ മതി മതി, എന്നെ കൊണ്ട് ഇനി വയ്യ, എനിക്ക് മരിക്കണമെന്ന് പോലുള്ള നിലയിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോഴാണ് ഒരു ദൈവദൂതൻ പറഞ്ഞ ഒരു അപ്പം കൊടുത്തിട്ട് പറയുന്നു, ഈ അപ്പം കഴിക്കണം, നിനക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. കഴിച്ച ഒരപ്പത്തിന്റെ ബലത്തിൽ 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഏലിയാവ് ചെല്ലുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഏലിയാവിനുണ്ടാകുന്ന ദൈവാനുഭവം ഓർത്തെടുക്കണം. വലിയൊരു പുകയുണ്ടാവും, വലിയൊരു ശബ്ദം, സ്ഫോടനാത്മകമായ ശബ്ദം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, തീയ്. മോശയ്ക്ക് സീനായിൽ ഉണ്ടായതുപോലെയുള്ള വളരെ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടും ഏലിയാവിന് ദൈവാനുഭവം ഉണ്ടായില്ല. പിന്നെ എന്താണ്? ഒരു മൃദുസ്വരം, മന്ദരമായ ഒരു സ്വരം ഏലിയാവിന്റെ കാതിൽ മുഴങ്ങുകയാണ്. ഇവിടെയാണ് ചരിത്രത്തിലെ ദൈവാനുഭവത്തിന്റെ വളരെ പുരോഗമനപരമായ ഒരു പരിണാമം നാം കാണുന്നത്. Be still and know that I am God എന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നില്ലേ? മിണ്ടാതിരുന്ന് ദൈവമാരെന്നറിവീൻ. മൗനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മുടെ ഉള്ളിൽ അധിവാസം ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് വലിയ ബഹളമയമായ പരിസരങ്ങളിലല്ലാതെ ശാന്തമായി മൗനത്തിന്റെ ആധ്യാത്മികതയിലൂടെ നാം രുചിച്ചറിയേണ്ട ദൈവാനുഭവത്തെക്കുറിച്ച്. തൊട്ടു പിന്നാലെ BC 8-ാം നൂറ്റാണ്ടിൽ യെശയ്യാ 1-ാമനും 2-ാമനും 3-ാമനും അവരുടെ പ്രവചനങ്ങളിൽ നാം വായിക്കും, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന ഖാദേശ് ഖാദേശ് ഖാദേശ്
എന്നാർ തട്ടഹസിക്കുന്ന സാറാഫുകൾ, 6 ചിറകുള്ള സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കൈ മൂടി, 2 കൊണ്ട് കാല് മൂടി ഇങ്ങനെ പറന്ന് നിന്ന് അവരിങ്ങനെ പറയുകയാണ്, ദൈവം പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അപ്പോഴാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവം വിശുദ്ധനാണ്. ആ വിശുദ്ധനായ ദൈവത്തെ സമീപിക്കണമെങ്കിൽ നീ വിശുദ്ധനായിരിക്കണം. വിശുദ്ധ ജീവിതത്തിലൂടെയാണ്, ഹൃദയശുദ്ധീകരണത്തിലൂടെയാണ് വിശുദ്ധനായ ദൈവത്തെ സമീപിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ദൈവത്തെ സമീപിക്കാൻ മൗനം, രണ്ടാമത് വിശുദ്ധി, ഇങ്ങനെയുള്ള ഒരു ചില മാർഗങ്ങൾ തിരുവെഴുത്ത് സമ്മാനിക്കുന്നത്? മോശയിലെത്തിയപ്പോഴേക്കും എത്രമേൽ അതീന്ദ്രിയനായി പോയി. കൂടെ നടന്ന ദൈവമാണ്, കൂടെ ഭക്ഷണം കഴിച്ച ദൈവമാണ്, കൂടെ മല്ല് പിടിച്ച ദൈവമാണ്. പതിയെ പതിയെ അതീന്ദ്രിയനായി പോയ ദൈവം ദാണ്ട് തിരികെ വരികയാണ്. മൗനത്തിലൂടെ, മിണ്ടാതെ ഇരിക്കുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ. വീണ്ടും യെശയ്യാ പറയുന്നു, നിങ്ങളുടെ നോമ്പ് എങ്ങനെയുള്ളത്? ഉപവാസമാണെന്ന് പറഞ്ഞിട്ട് തലകുനിച്ചിരിക്കുന്നതാണോ? അല്ല. ബന്ധനത്തിന്റെ നുഖങ്ങളെ അഴിച്ചു കളയണം, അമിക്കയറുകളെ പൊട്ടിച്ചു കളയണം. ഇതാകുന്നു ഉപവാസം. എ കമ്പാഷനേറ്റ് ഗോഡ്, കരുണയുള്ളവനായ ദൈവം. നിങ്ങൾ കരുണയുള്ളവരാണെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ടാവും. കാരണം അവൻ കരുണയുള്ളവനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം ആ ഭാഗം. തൊട്ടു പിന്നാലെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ. ആ പേരിന്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. ഏദൻ തോട്ടത്തിൽ കൂടെ നടക്കുന്ന ദൈവമാണ് ഇമ്മാനുവേൽ. അതേ ദൈവമാണ് പുതിയ നിയമത്തിൽ ദാ നോക്കിയേ, ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വരികയാണ്. ദൈവം മനുഷ്യനായി, വചനം ജഡമായി തീർന്നു, അവൻ മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ഇമ്മാനുവേൽ. ആ ഇമ്മാനുവേൽ നമുക്കെപ്പോഴും സമീപസ്ഥനായിരിക്കണമെങ്കിൽ മിണ്ടാതിരുന്ന ദൈവമാരെന്നറിയണം, വിശുദ്ധിയോടെ അറിയണം, കരുണയോടെ അറിയണം. കാരണം ഇമ്മാനുവേലാകുന്ന ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ അവരുടെ മേൽ കരുണയുണ്ടാകും. ഇതെല്ലാം തിരുവെഴുത്ത് നമുക്ക് സമ്മാനിക്കുന്ന ദൈവാനുഭവമാണ്. ഇങ്ങനെ ഒരു ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തിരുവെഴുത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്കിൽ നോഹയെ പോലെ നമ്മുടെ വിശ്വാസം നിരുപാധികമായിരിക്കും. കാരണം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും സകല പൂർവികന്മാരെയും വഴി നടത്തിയവനായ ദൈവത്തിൽ നമുക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട് എങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ കലക്കങ്ങളെയും അതിജീവിക്കുവാൻ തക്കവിധം സഭാജീവിതത്തിന്റെ, കൗദാശിക ജീവിതത്തിന്റെ, ആരാധനാ ജീവിതത്തിന്റെ ഒരു പെട്ടകം അളവ് വ്യത്യാസം കൂടാതെ പണിയുവാൻ നമുക്കൊരു വിശ്വാസ സ്ഥൈര്യമുണ്ടായിരിക്കും. അത് ഈ തലമുറയുടെ എല്ലാ കലക്കങ്ങളെയും അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും എന്നുറപ്പുമാണ്. രണ്ടാമത് എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പരാമർശിച്ച പേരുകാരൻ ദാനിയേലാണ്. അധിനിവേശത്തിന്റെ ഒരു കാലത്ത്, ഫാസിസത്തിന്റെ ഒരു കാലത്ത്, അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു കാലത്ത് എങ്ങനെയാണ് നാം പ്രതിരോധിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ദാനിയേലിന്റെ പുസ്തകം. നെബൂഖദ്നേസർ രാജാവ് എന്ന് പറയുന്ന ഒരു അധിനിവേശ പ്രഭുവിന്റെ കഥയാണ് അതിൽ പറയുന്നത്. അയാൾ കുറെ അധികം ചെറുപ്പക്കാരെ തന്റെ രാജ്യത്തേക്ക് പിടിച്ചുകൊണ്ടുവന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിലൊരാളാണ് ദാനിയേൽ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവ് എന്നീ ചെറുപ്പക്കാരോടൊപ്പമുള്ളയാൾ. ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭാഷണം, അല്ലെങ്കിൽ ആദ്യത്തെ ദാനിയേലിന്റെ തന്നെ സംഭാഷണം നോക്കുക. ഈ ചെറുപ്പക്കാരെ എല്ലാം കൂടി പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു നോമ്പ് കാലം വരുന്നു. ആ നോമ്പ് കാലം വരുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെയെങ്കിലും ദൂരദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ട വരും. അപ്പൊ ഈ ഹോസ്റ്റലിൽ നോമ്പൊന്നുമില്ലല്ലോ.
ഇപ്പം ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ വരുമ്പോൾ വെള്ളിയാഴ്ചയൊക്കെ ബിരിയാണി വരികയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ബിരിയാണി വന്നപ്പോൾ നമ്മുടെ കുഞ്ഞ് പറയുകയാണ്, ഇന്ന് എനിക്ക് നോയമ്പാണ്, ബിരിയാണി വേണ്ടെന്ന്. പറയൂ? പറയുമായിരിക്കും അല്ലേ? വീട്ടിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. ദാനിയേൽ ഏതാണ്ട് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുക, ആ ചെറുപ്പക്കാരെല്ലാം കൂടെ പറയുകയാണ്, രാജാവിൻ്റെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, രാജാവ് കഴിക്കുന്ന ഭക്ഷണവും രാജാവ് കുടിക്കുന്ന പാനീയവും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നോമ്പുണ്ട്. ഇങ്ങനെ ഒരു ഉറപ്പുള്ള കൗമാരക്കാരനെ, യൗവനക്കാരനെ നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പാരമ്യം പിന്നീട് നാം കാണുന്നു. യെരുശലേമിനെ നോക്കി ദിവസം 3 പ്രാവശ്യം കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ദാനിയേലിനുണ്ട്. അതും ആ പുസ്തകത്തിലുണ്ട്. ഇങ്ങനെ നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ദാനിയേൽ. എല്ലാ ചെറുപ്പക്കാരൊക്കെ ഒരു ദിവസം നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇമേജ് ഇട്ടു. എന്നിട്ട് പറഞ്ഞ് നാട്ടിലുള്ള എല്ലാവരും അതിനെ ലൈക്ക് ചെയ്യണമെന്ന്. 4 ചെറുപ്പക്കാർ മാത്രം ഡിസ്ലൈക്ക് ചെയ്തു. ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ലൈക്ക് ചെയ്തു. രാജാവ് പറഞ്ഞല്ലേ, ഇല്ലേ, പെട്രോളിന് വില കൂറിയാൽ നമ്മളാരും ഡിസ്ലൈക്ക് ചെയ്യുന്നുണ്ടോ? PSCക്ക് ജോലി കിട്ടിയാൽ നമ്മളാരും ഡിസ്ലൈക്ക് ചെയ്യുമോ? കാരണം നമുക്ക് പേടിയാണല്ലോ, നമുക്ക് പ്രതികരണ ശേഷിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിതിനെല്ലാം ലൈക്ക് അടിച്ച് മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ പോവാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. വളരെ അധീശത്വപരമായ ഒരാൾ ഭരിക്കുകയും ആ ഭരണ സംവിധാനം ദുർമാർഗങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാലത്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല വേദപുസ്തകത്തിൽ, അല്ലേ, നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ പ്രതിമയുണ്ടാക്കി. ഇമേജ് അല്ലേ അത്? നമ്മൾ ഈ ഫോട്ടോ ഒക്കെ ഇടുന്ന ഇമേജ് തന്നെയല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. അയാളൊരു വലിയ ഇമേജ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും ഇതിനെ വണങ്ങണം, നമസ്കരിക്കണം. ഈ ചെറുപ്പക്കാർ മാത്രം അതിനെ വണങ്ങിയില്ല. ശരിക്കും എന്താണ് അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ, അങ്ങനെ ഒരു പ്രതിരോധം ചമയ്ക്കുവാനുള്ള തൻ്റെ ഇടം ആ ചെറുപ്പക്കാർക്കുണ്ടാവുന്നത്? അവർക്ക് നോമ്പുണ്ടായിരുന്നു, കുമ്പിട്ട് നമസ്കാരമുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു. ഏത് കാലഘട്ടത്തിൻ്റെയും തിന്മപ്പെട്ട പ്രവണതകൾക്കെതിരെ നട്ടെല്ലോടുകൂടി ആധ്യാത്മികമായ പൗരുഷത്തോടുകൂടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഈ ഒരു ജീവിതക്രമം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ആദ്യമേ ഓർമ്മിപ്പിച്ച ഈവാനിയോസ് തിരുമേനി, അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും ഒറ്റ പ്രസംഗമേ ഉള്ളൂ. അച്ഛൻ ആ പ്രസംഗമാണ് ആദ്യം തന്നെ പറഞ്ഞത്. നോയമ്പെടുക്കണം, ഉപവസിക്കണം, കുമ്പിട്ട് നമസ്കരിക്കണം, അനുദപിക്കണം എന്നൊക്കെ. അപ്പൊ കുറെ കാലം തിരുമേനിയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് എനിക്കൊരു സംശയം. തിരുമേനി പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്ന ആളാണ്. പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും നോട്ടെടുത്ത് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. എന്നിട്ടും എവിടെ പ്രസംഗിച്ചാലും, അത് വൈദിക സംഘമായാലും മർത്തമറിയ സമാജമായാലും ബാലസമാജമായാലും യുവജന സമാജമായാലും എന്തായാലും ഒറ്റ പ്രസംഗമേ ഉള്ളൂ: നോമ്പെടുക്കണം, കുമ്പിടണം, നമസ്കരിക്കണം, ഉപവസിക്കണം, അനുദപിക്കണം. ഇതൊക്കെ തന്നെ. ഞാൻ ഒരു ദിവസം ചോദിച്ചു എൻ്റെ പൊട്ട ബുദ്ധിക്ക്, തിരുമേനി ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഈ പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് തിരുമേനിക്ക് അറിയുകയും ചെയ്യും. പുതിയ കാര്യങ്ങളൊക്കെ ഓരോ പ്രസംഗത്തിലും പുതിയതായിട്ട് പറയണ്ടേ? എപ്പോഴും ഇങ്ങനെ നോയമ്പെടുക്കണം, ഉപവസിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇത് തന്നെ പറയാം. അപ്പോൾ തിരുമേനി പറയാണ്, ഞാനൊരു കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഇത് തന്നെ പറയാം. ആദ്യ യുവമാർ ഇതൊന്ന് അനുസരിക്കട്ടെ, അടിസ്ഥാനം ഇട്ടിട്ട് വേണ്ട മേളിലോട്ട് കെട്ടിടം പണിയാൻ, ഇല്ലേ? അടിസ്ഥാനം ഇടാതെ മേളിലോട്ട് നമ്മളിങ്ങനെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ അടിസ്ഥാനപരമായി നാം ശീലിക്കേണ്ട, അനുവർത്തിക്കേണ്ട അടിസ്ഥാന മര്യാദകളൊക്കെ നമ്മൾ വിസ്മരിക്കുകയാണ്. ടിൻറ്റുമോൻ്റെ കഥയിൽ പറഞ്ഞിട്ടില്ലേ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പെൻസിലെടുത്ത കഥ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അത് പറയണ്ടേ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് കൂട്ടുകാരൻ്റെ പെൻസിലൊന്നെടുത്തു. കൂട്ടുകാരനത് ക്ലാസ് ടീച്ചറിന് കംപ്ലൈൻറ്റ് ചെയ്തു. ടീച്ചർ നേരെ പ്രിൻസിപ്പളിന് ഫോർവേഡ് ചെയ്തു. പഴയ കാലമൊന്നുമില്ല ഇപ്പോൾ. പ്രിൻസിപ്പൾ നേരെ രക്ഷകർത്താവിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൊച്ചിനൊരു മോഷണ സ്വഭാവമുണ്ട്, എത്രയും പെട്ടെന്നൊരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന്. വൈകുന്നേരം ഈ ചെറുക്കൻ വീട്ടിലോട്ട് വരികയാണ്.
നമ്മുടെ കർത്താവ് ഗോകുൽത്തായിലോട്ട് പോയ പോലെയാണ്. ഇവൻ ഈ കുരിശ് എടുക്കുന്ന പോലെയാണ്, വലിയൊരു ബാഗും ചുമന്നുകൊണ്ട് വരികയാണ്. അപ്പൻ പീലാത്തോസ് ഇരിക്കുന്ന പോലെ ഇവിടെ ഇരിപ്പുണ്ട് വിചാരണ ചെയ്യാൻ. അപ്പൻ ഇവനോട് ചോദിക്കുകയാണ്, നീ ഇന്ന് കൂട്ടുകാരൻ്റെ പെൻസിലെടുത്തോ? അവൻ പറഞ്ഞു എടുത്തു. കുറ്റസമ്മതം കഴിഞ്ഞ ഉടനെ അപ്പൻ്റെ മറുപടി എന്താണെന്നറിയോ? നീ എന്തിനാണ് വല്ലവൻ്റെയും പെൻസിലെടുക്കാൻ പോയത്? നിനക്കാവശ്യമുള്ളത് ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ട് വരുന്നില്ലേ? ഇങ്ങനെ തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കുന്നതല്ല ഇപ്പൊ പള്ളിയുടെ പുറത്തുള്ള കലാപരിപാടികളാണ്. അല്ലാതെ ദേവാലയത്തിനകത്ത് നമസ്കാരമുണ്ട്, കുമ്പിടിയിലുണ്ട്, ഉപവാസമുണ്ട്, അനുതാപമുണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് പേടി കുംഭസാരം നിന്നു പോകുന്നതാണ്. അത് നിന്ന് പോട്ടെന്നേ. കുംഭസാരം നിന്നു പോകുന്നതിന് ആർക്കാണ് പേടി? അനുതാപം നിന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യ ജീവിതത്തിൽ അനുതാപം ഇല്ലാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അടിസ്ഥാനപരമായ ടൂൾ കിറ്റ് കൊണ്ടാണ് നാം ഓരോരുത്തരുടെ ജീവിതത്തെയും ഏത് അധിനിവേശത്തിന്റെ കാലത്തും നാം സ്വയം സജ്ജരാക്കി നിർത്തേണ്ടത് എന്ന് ദാനിയേലിന്റെ പുസ്തകം നമ്മെ വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ മൂന്നാമത്തെ ആളിലേക്ക് പ്രവേശിക്കുകയാണ്, സമയപരിമിതി കൊണ്ട്. മൂന്നാമത് എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞത് ഇയ്യോബ് എന്ന പേരാണ്. നോഹ, ദാനിയേൽ, ഇയ്യോബ് വലിയ പരീക്ഷകൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ടാണ് നന്മ ചെയ്യുന്ന മനുഷ്യർക്ക് വലിയ കഷ്ടതകൾ ഉണ്ടാവുന്നത് എന്ന് എല്ലാ കാലത്തെയും ഒരു ചോദ്യമാണ്. ആ സാർവകാലികമായ പ്രഹേളികയ്ക്കൊരു ഉത്തരമായിട്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തെ പലപ്പോഴും നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നീതിമാൻ കഷ്ടം സഹിക്കുന്നത് എന്തിനാണ്? കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രിയർക്കീസായിരുന്ന പോപ്പ് ഷെനൂഡ മൂന്നാമൻ വളരെയധികം ആധ്യാത്മ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ജോബ് ദ റൈറ്റ്യസ് വൈ ട്രൈഡ്. നീതിമാനായ യോബ് എന്തുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു? ആ പുസ്തകത്തിൽ നമുക്കിതുവരെ പരിചിതമല്ലാത്ത ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എത്ര നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, നീതിമാനായ ഒരു മനുഷ്യനാണ് ഇയ്യോബ് എന്ന് തിരുവെഴുത്തിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട്. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിൽ നീ ശ്രദ്ധ വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഇയ്യോബിന്റെ പരീക്ഷയ്ക്ക് കാരണം? പോപ്പ് ഷെനൂഡ മൂന്നാമൻ ഇങ്ങനെയാണ് പറയുന്നത്: The problem is that he was righteous and was aware of that fact. അവൻ നീതിമാനായിരുന്നു, പക്ഷെ താൻ നീതിമാനായിരുന്നു എന്നൊരു തോന്നൽ അവനുണ്ടായിരുന്നു. അതിന് തെളിവുകളൊക്കെ പിന്നീട് കിട്ടുന്നുണ്ട്, തിരുവെഴുത്തിൽ നിന്ന് തന്നെ അദ്ദേഹം തരുന്നുണ്ട്. ശരിക്കും ആദ്യ ഭാഗത്തൊന്നും നമുക്ക് മനസ്സിലാവില്ല. ആദ്യ ഭാഗത്ത് എന്താ പറയുക? ദൂതന്മാർ ഓരോരുത്തരായിട്ട് വന്ന് പറയുകയാണ്, ഇയ്യോബേ, നിന്റെ കാളയും കഴുതയൊക്കെ നശിച്ചു. അപ്പൊ ഇയ്യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, ഞാൻ നഗ്നനായിട്ടാണല്ലോ വന്നത്. മക്കള് മരിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയുക. ഒടുവില് സ്വന്തം ഭാര്യ തന്നെ അവനെ ശകാരിക്കുമ്പോ എന്താ പറയുക? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ എന്താണ് സംസാരിക്കുന്നത്? നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊണ്ടു, തിന്മയും കൈക്കൊള്ളരുതോ? കൂട്ടുകാർ വന്നപ്പോഴും ഒന്നും ആദ്യം പറയുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകം ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നു, ഇതിലൊന്നും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അപ്പൊ ഈ കൂട്ടുകാർ ഈ കഷ്ടമൊക്കെ ഉണ്ടായെന്ന് കേട്ടപ്പോ വന്നു, അവരാദ്യം വന്ന് സഹതപിച്ചു, പിന്നെ കുറ്റമൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞ് ഇയ്യോബ് അവരോട് എതിർക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം നീണ്ടു 32-ാം അധ്യായം എത്തുമ്പോൾ എന്താ നാം കാണുക? ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് അവന്റെ കൂട്ടുകാർ അവനോട് സംസാരിക്കുന്നത് നിർത്തി. ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് അവന്റെ കൂട്ടുകാർ അവനോട് സംഭാഷിക്കുന്നത് നിർത്തി. മറ്റൊരു കാരണം കൂടി പോപ്പ് ഷെനൂഡ മൂന്നാമൻ പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ആദ്യം ഇയ്യോബ് എല്ലാ ദിവസവും രാവിലെ യാഗം കഴിക്കുന്നുണ്ട്.
തൻ്റെ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നാണ് തിരുവെഴുത്തിൽ. തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എന്ന് അതിലില്ല. സ്വന്തം പാപത്തെക്കുറിച്ചൊരു ബോധ്യവും അദ്ദേഹത്തിന് ആ സന്ദർഭത്തിൽ ഇല്ലായിരുന്നോ എന്നൊരു സന്ദേഹം ഈ പരിശുദ്ധ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ തനിക്ക് തന്നെ നീതിമാനായി തോന്നി എന്നുള്ളത് കൊണ്ട് ഇയ്യോബിന് ഇപ്രകാരം ഒരു പരീക്ഷയുണ്ടായി എന്ന് അദ്ദേഹം ഇങ്ങനെ സമർത്ഥിക്കുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. 33-ാം അധ്യായം അല്ലെങ്കിൽ 32-ാം അധ്യായം ആ ഭാഗത്ത് നാം കാണുന്നുണ്ട്. അതുവരെ മിണ്ടാതിരുന്ന ഒരു കൂട്ടുകാരൻ ബരഖേലിന്റെ മകൻ ഏലിഹൂവിന്റെ കോപം ജ്വലിച്ചു. ദൈവത്തെക്കാൾ തന്നെത്താൻ നീതീകരിച്ചതുകൊണ്ട് ഇയ്യോബിന്റെ നേരെ അവന്റെ കോപം ജ്വലിച്ചു. ഇവരൊക്കെ പ്രായമുള്ളവരാണല്ലോ, അവര് മിണ്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. പ്രായം തികഞ്ഞവരാണ്, ജ്ഞാനികളെന്നില്ലല്ലോ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയ്യോബേ ഇത് ശ്രദ്ധിച്ചു കൊള്ളുക, മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യനവനെ ഭയപ്പെടുന്നു, ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല എന്ന വളരെ ശക്തമായ താക്കീത് ഇയ്യോബിന് ആ കൂട്ടുകാരൻ കൊടുക്കുന്നുണ്ട്. വീണ്ടും ദൈവമാണ് ഇയ്യോബിനോട് സംസാരിക്കുന്നത്. ഭൂമിയുടെ അടിസ്ഥാനം ഞാൻ ഇട്ടപ്പോ നീ എവിടെയായിരുന്നു? മഹാനക്കർത്തെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാൻ അറിയുമോ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? ഇങ്ങനെ മനുഷ്യബുദ്ധിക്ക് അതീന്ദ്രിയമായ അതീതമായ കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് ദൈവം ഇയ്യോബിനോട് ചോദിക്കുകയാണ്. നീ എത്ര പരിമിതനാണ്, നീ എത്ര നിസാരനാണ്, എനിക്കെല്ലാം സാധിക്കും, ഞാൻ നീതിമാനാണ്, ശുദ്ധനാണ്, ജ്ഞാനിയാണ്, പണ്ഡിതനാണ് എന്നൊക്കെയുള്ള അഹന്ത നമുക്കുണ്ടെങ്കിൽ ഈ പുസ്തകം ആവർത്തിച്ച് വായിക്കണം. തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് വലിയ പരീക്ഷകൾ ഇയ്യോബ് നേരിടുകയാണ്. എന്താണ് അതിന്റെ പരിസമാപ്തി? ഇയ്യോബ് പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഇതുവരെ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് ചാരത്തിലിരിക്കുന്നു. എന്നെ സ്നേഹിച്ചിരുന്ന, തന്നെത്താൻ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം, ഒരല്പം നാർസിസിസം എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് അവിടെ പറയാം. തന്നെത്താൻ സ്നേഹിച്ചിരുന്ന, താൻ ഓക്കെയാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യൻ ചാരത്തിലിരിക്കുകയാണ് തന്നെത്താൻ കാണുമ്പോൾ. നിനവയിലെ വിശുദ്ധനായ ഇസഹാക്ക് അദ്ദേഹം പറയുന്നുണ്ട്, മാലാഹമാരെ കാണുന്നവനേക്കാളും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ് സ്വയം കാണാനാവുന്നവൻ. പ്രിയമുള്ളവരെ, തന്നെത്താൻ കാണാനാവുക എന്നുള്ളതാണ് അനുതാപത്തിന്റെ ആദ്യത്തെ വാതിൽ. ഇങ്ങനെ ഒരു സ്വയപരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. യോബിന്റെ പുസ്തകം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? The trial of Job teaches us that every trial has an end. എല്ലാ പരീക്ഷകൾക്കും ഒരു അവസാനമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷകളും നമ്മുടെ ഫോർമേഷന് വേണ്ടിയുള്ളതാണ്, നമ്മെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാണും നമ്മളെ നിരന്തരം അസഹ്യപ്പെടുത്തുന്ന ആളുകൾ, നമ്മെ ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഇവരൊക്കെ നമുക്കൊരു അവസരം കൂടി തരികയാണ്. കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറാൻ, കുറച്ചും കൂടി നന്നായി പെരുമാറാൻ, പ്രതികരിക്കാൻ നമുക്കൊരവസരം തരികയാണ്. നമ്മുടെ ശത്രുവല്ല നമ്മുടെ അജണ്ട നിശ്ചയിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? ദൈവോചിതമായ ലക്ഷ്യം നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ? നിസ്സാരന്മാരായ മനുഷ്യരോടുള്ള എതിർപ്പുകളും കലഹങ്ങളും കൊണ്ട് അവസാനിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം? അവരല്ല നമ്മുടെ ജീവിതം നിർണയിക്കേണ്ടത്. നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് അവരായിരിക്കരുത്. സാത്താന്റെ പരീക്ഷകളാണതൊക്കെയും നമ്മുടെ രൂപപ്പെടലിനെ, നമ്മുടെ ആന്തരിക മനുഷ്യന്റെ പരിവപ്പെടലിനെ കൃത്യമായി സഹായിക്കുന്നതാണ് ജീവിതത്തിലെ ഓരോ പരീക്ഷയും. അത് രോഗമായാലും വേർപാടായാലും ദുഃഖമായാലും നഷ്ടമായാലും എല്ലാം അത്തരമൊരു കോണോടുകൂടി കാണുവാനുള്ള ശേഷി, ഒരാത്മബലം നമുക്കുണ്ട് എങ്കിൽ ജീവിതത്തിലുണ്ടാവുന്ന കഷ്ടങ്ങളെ, സഫറിങ് ഈസ് എ ബ്ലെസ്സിങ് എന്നൊരു പുസ്തകത്തിന്റെ തലക്കെട്ടുള്ളതുപോലെ, ജീവിതത്തിലുണ്ടാവുന്ന കഷ്ടങ്ങളെ ഹൃദയപൂർവ്വം ദൈവത്തോടു കൂടി ഏറ്റുവാങ്ങാനുള്ള ഒരു മനോബലം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ കൊറോണ മാറാനാണ്. ശരിക്കും കൊറോണ മാറാനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ മാറാനായിട്ടാണ്. കുറെ കാലം മുമ്പ് ഡൽഹിയിലെത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുകയാണ്, അച്ചോ, നിങ്ങൾ ഈ ദൈവത്തിന് ലൈക്ക് അടിച്ച് ദൈവത്തെ പ്ലീസ് ചെയ്ത്
കാര്യം സാധിക്കുന്നതിൻ്റെ പേരാണോ പ്രാർത്ഥനയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളാരെങ്കിലും ദൈവത്തിന് ലൈക്ക് അടിക്കുന്നുണ്ടോ? അവൻ വളരെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നു. നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്ന ലൈക്ക് എന്താണ്? ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഒന്നാമത്തെ ലൈക്ക്. രണ്ടാമത്, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, നിർത്തിയിട്ടില്ല, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തി നമുക്കാവശ്യമുള്ള സംഗതികൾ നമ്മുടെ പരിസരങ്ങളിൽ സാധിച്ചെടുക്കുന്ന ആദി ഭൗതികതയാണോ? നമ്മുടെ ഭൗതികമായ ഇടങ്ങൾക്ക് പരിണാമമുണ്ടാക്കുന്ന, അതിൽ വർധനമുണ്ടാക്കുന്ന, ആധിക്യമുണ്ടാക്കുന്ന ആദി ഭൗതികതയാണോ നമ്മൾ ദൈവവിശ്വാസമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? അതോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാവിൽ അധികരിച്ചു വരുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, വിശ്വസ്തത, പരോപകാരം, ദയ എന്നിങ്ങനെയൊക്കെയുള്ള ആത്മഫലങ്ങളുടെ അധികമായ വർധനവാണോ, വർധനവായിരിക്കുന്ന ആധ്യാത്മികതയാണോ നമ്മളിപ്പോൾ ദൈവവിശ്വാസമായിട്ട് കൊണ്ടു നടക്കുന്നത്? ഭൗതിക സംഗതികളിലെ ആധിക്യത്തെ ആദി ഭൗതികതയെന്നും ആധ്യാത്മ സംഗതികളിലെ, ആത്മാവിൻ്റെ സംഗതികളിലെ ആധിക്യത്തെയാണ് ആധ്യാത്മികതയെന്നും പറയുക. അതുകൊണ്ട് നമ്മുടെ ദൈവവിശ്വാസം ആധ്യാത്മികമായി തന്നെയാണ് നിലകൊള്ളുന്നതെങ്കിൽ പ്രാർത്ഥിക്കുന്നയാൾക്ക് ഗുണപരമായ പരിവർത്തനം ഉണ്ടായിരിക്കണം. ആ പരിവർത്തനമില്ലാത്തതിനെ കുറിച്ചാണ് ഈ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞത്. മതജീവിതം നയിക്കുന്നവരുടെ കാപട്യമാണ് ഈ കാലഘട്ടത്തിൽ അനന്തര തലമുറയ്ക്ക് ഈ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ വരുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു മൂല്യച്യുതിയെ മറികടക്കുവാനുള്ള മാർഗദർശകങ്ങളായിട്ടാണ് നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 മഹാപുരുഷന്മാരെ എസെക്കിയേലിന്റെ ആ പ്രത്യാശാ നിർഭരമായ പ്രവചനത്തിൽ നിന്നെടുത്ത് സ്വയം വിട്ടു നൽകുന്നവനായ നോഹയെക്കുറിച്ച് അളവ് വ്യത്യാസം കാണിക്കാതെ ഒരു കണ്ടീഷനുമില്ലാതെ പൂർണ്ണമായ ദൈവവിശ്വാസമുള്ള നോഹയെക്കുറിച്ചും നോമ്പാലും പ്രാർത്ഥനയാലും ഉപവാസത്താലും സ്വയം സജ്ജീകരിച്ച് ഏത് ഭീഷണിയുടെ മുമ്പിലും നേരെ നിൽക്കാൻ കെൽപ്പുള്ള ആധ്യാത്മികമായ നട്ടെല്ലിൻ്റെ പ്രതീകമായ ദാനിയേലിനെ കുറിച്ചും, അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പരീക്ഷകളും നമ്മളുടെ അഹന്തകളെ ശമിപ്പിക്കുവാനുള്ളതാണ്, കൂടുതൽ വിനയപ്പെടാനുള്ളതാണ്, ദൈവസന്നിധിയിൽ താണിരിക്കാനുള്ളതാണ്, അവൻ തക്ക സമയത്ത് ഉയർത്തുവോളം അവൻ്റെ കൈക്കീഴ് താണിരിപ്പാനുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ഇയ്യോബ് എന്ന മഹാപുരുഷനെ കുറിച്ച് നമ്മൾ ഓർത്തെടുത്തത് നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്രകാരം മഹാന്മാർ സഞ്ചരിച്ചിരുന്ന വഴികളെക്കുറിച്ച് തിരുവെഴുത്തിൽ ആവർത്തിച്ച് ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. കുറെ കൂടി ഗുണപരമായ പരിവർത്തനത്തിലേക്ക് നമ്മുടെ ജീവിതവും വിശ്വാസവും ഒക്കെ ആയിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഹൃദയപൂർവമായ നന്ദി.